വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഈ ദിവസം അവിടെ ഭയങ്കര നിസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ കുറേ ഡ്രസ്സൊക്കെ തേച്ച് മടക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അനിയത്തിയുടെ ഡെലിവറി ഡേറ്റ് ആവാറായി, അവൾക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നടക്കുന്നത് പെട്ടി പാക്ക് ചെയ്യാണ്, ഡെലിവറിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പെട്ടിയും കുഞ്ഞിന് വേണ്ടിയുള്ള കാര്യങ്ങളും കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ വാങ്ങി വെച്ചിട്ടില്ല. പഴയ ഒരു രീതി അനുസരിച്ച് കുട്ടി പുറത്ത് വരുന്നത് വരെ അവർക്ക് വേണ്ടിയിട്ട് ഒരു കർച്ചീഫ് പോലും ഇവിടെ വാങ്ങി സൂക്ഷിക്കില്ല എന്നുള്ളതാണ്. എൻ്റെ കാര്യത്തിലും ഉമ്മ ആ ഒരു രീതി തന്നെയാണ് പിന്തുടർന്നത്. അപ്പോൾ അവനോ അവളോ ആരായാലും ഇങ്ങ് എത്തിയതിന് ശേഷം നമ്മൾ കുഞ്ഞിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങും. ഇതിപ്പോൾ അനിയത്തിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഓക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉമ്മ ഇങ്ങനെ പറക്കി വെക്കുകയാണ് കേട്ടോ. അവളുടെ ബൈസ്റ്റാൻഡർ ഉമ്മച്ചി തന്നെയാണ്. അപ്പോൾ ഉമ്മയുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഉമ്മ തന്നെയാണ് ഇതെല്ലാം റെഡിയാക്കി വെക്കുന്നത്. അവൾ അവിടെ ഇരുന്നിട്ട് ഓരോ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഉമ്മ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഉമ്മയുടെ ഇഷ്ടത്തിന് മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. അത് പണ്ടേ ഉള്ളൊരു കാര്യമാണ്. നമ്മൾ അഭിപ്രായം പറയുന്നതിന് ഉമ്മാക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചെയ്യുന്നതെല്ലാം ഉമ്മയുടെ ഒരു സൗകര്യവും ഇഷ്ടമൊക്കെ നോക്കിയിട്ട് തന്നെ ആയിരിക്കും. ഈ പെട്ടിയൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് ഉമ്മ തന്നെയാണല്ലോ. അപ്പോൾ ഉമ്മയുടെ ഒരു സൗകര്യത്തിനനുസരിച്ചാണ് ഉമ്മ ഇത് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഹൈ സ്പീഡിൽ ചെയ്യുന്നുണ്ട്. അവളുടെ അഭിപ്രായത്തിനൊരു വാല്യൂ കൊടുക്കാത്തത് കൊണ്ട് തന്നെ അവൾ പിന്നെ മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. കൊച്ചിനുള്ള സാധനങ്ങൾ ഇടാനുള്ളതാണ്. ഇതിപ്പോ കൊച്ചിനും ഇല്ല, തള്ളയും ഇല്ല, ഇപ്പൊ ഉമ്മമാക്കുള്ളതാണ്. ദേ പിണങ്ങി. ഉമ്മയുടെ തുണികളാണ് ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞിട്ട് നമ്മൾ കളിയാക്കിയിട്ടോ. അവിടെ നിൽക്കാൻ പോണതല്ലേ, അപ്പോൾ ഉമ്മാക്ക് കുറച്ച് അധികം തുണികൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അനിയത്തിയും കൂടെ കളിയാക്കിയതിൻ്റെ റിപ്ലൈ ആണ് ഇപ്പോൾ കണ്ടത്. ഇപ്പോൾ നിങ്ങൾ കളിയാക്കുകയാണെങ്കിൽ ഞാനിതൊരു കവർണകത്താക്കി എടുക്കും എന്നാണ് പറയണേ. അപ്പോൾ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം പറഞ്ഞാൽ മതി, ആശാട്ടി എപ്പോഴും പിണങ്ങിപ്പോവും. അതിൻ്റെ വാശിക്ക് ഒരു തലയണ കൂടി അതിനിടയ്ക്ക് കുത്തി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാസ്ക്കറ്റ് ഫില്ലായി, പെട്ടി ഫില്ലാവാനുണ്ട്. അപ്പോൾ അതൊക്കെ പറക്കി ഒതുക്കിക്കൊണ്ട് നിന്ന സമയത്ത് വെളിയിലെ ഒരവസ്ഥയാണ്. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു, അതുപോലെ അടിപൊളി കാറ്റും ഉണ്ടായിരുന്നു, നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അങ്ങനെ കാറ്റും മഴയൊക്കെ കഴിഞ്ഞതാ പിറ്റേ ദിവസം രാവിലെ ഉമ്മയും അനിയത്തിയും അനിയനും ഒക്കെ ഒരുങ്ങി റെഡിയായി. അവർ പോകാൻ റെഡിയായപ്പോഴാണ് ഞാൻ ഉണർന്നത് കേട്ടോ. നല്ല ഉറക്കത്തിലായിപ്പോയി, നല്ല മഴയൊക്കെ അല്ലായിരുന്നോ. അപ്പോൾ അവരെല്ലാം പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വണ്ടിക്കകത്ത് ആക്കുന്നുണ്ട്. ഇത് അവൾക്ക് കുറച്ച് അസ്വസ്ഥതകൾ ഉള്ളതുകൊണ്ട് ഡോക്ടർ ഒന്ന് കരുതി ചെല്ലാൻ പറഞ്ഞതുകൊണ്ട് മാത്രം പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പോവാട്ടോ. ഡെലിവറി ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ഒരാഴ്ച കൂടി കഴിഞ്ഞാണ്. അപ്പോൾ ഇന്ന് അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ എന്ത് പറയുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ. അവൾക്ക് കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളൊന്ന് കരുതി പോകുകയാണ് കേട്ടോ. അതാണ് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വണ്ടിയിലെടുത്ത് വെച്ചത്. അഥവാ അഡ്മിറ്റ് ആയില്ലെങ്കിൽ തിരിച്ചു വരാമല്ലോ. അപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞ് അവൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, 1 വീക്ക് കൂടി എന്തായാലും പോകുമെന്ന് ഡോക്ടർ ഉറപ്പ് പറഞ്ഞ സ്ഥിതിക്ക് വൈകുന്നേരമായപ്പോൾ ഇവർ തിരിച്ചെത്തി കേട്ടോ. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞുള്ള ഒരു ദിവസം രാവിലെയാണ് കേട്ടോ വീണ്ടും ഡോക്ടർ അഡ്മിറ്റ് ആവാൻ ചെല്ലാൻ പറഞ്ഞ ദിവസമാണ്. ഇത് കൺഫേംഡ് ആണ് കേട്ടോ. രാവിലെ കുഞ്ഞുമ്മ പാലും കൊണ്ട് വരികയാണ്. ഞാൻ ക്യാമറ എടുത്തതുകൊണ്ട് മുഖമൊക്കെ മറച്ച് നല്ല കുട്ടിയായിട്ടാണ് വീട്ടിൽ കയറണത്. അപ്പോൾ വാപ്പച്ചി വണ്ടിയൊക്കെ റെഡിയാക്കിയിടുന്നുണ്ട്. ഇന്ന് അഡ്മിറ്റ് ആവാൻ പോണത് അനിയത്തിയാണെങ്കിലും എൻ്റെ ബ്രദറിൻ്റെ വൈഫ് കൂടി ഇവരുടെ കൂടെ പോകുന്നുണ്ട്. ചെക്കപ്പ് ഉണ്ട്. ഇതേ ഡോക്ടർ അവളും പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ 2 പ്രഗ്നൻറ്റ് ലേഡീസിനെയും കൊണ്ടാണ് ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോണത്. ഒരാൾക്ക് അഡ്മിറ്റാണ്, ഒരാൾക്ക് ചെക്കപ്പ് ഉണ്ട്. 2 പേരും ഒരിടത്തേക്ക് ഒരു ഡോക്ടറിനെ കാണാൻ പോകുന്നതുകൊണ്ട് തന്നെ ഒരുമിച്ച് ഒരേ കാറിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ
ഇവിടെ നിന്ന് ഉമ്മച്ചിയും അനിയത്തിയും അവിടെ നിന്ന് മാമിയും അനിയത്തിയും ഉണ്ട്. പിന്നെ എൻ്റെ ബ്രദറും പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കത്താണ് ബാക്കിയുള്ള ആളുകളൊക്കെ പോവുക കേട്ടോ. അഡ്മിറ്റ് ആയതിന് ശേഷം പോവാമെന്ന് വിചാരിച്ചു. കാരണം ഇവർ രാവിലെ പോയി അവിടെ റെഡി ആയാൽ മാത്രമേ നമുക്ക് പോകേണ്ട ആവശ്യം വരുന്നുള്ളല്ലോ. അപ്പോൾ ഇതാണ് പോകുന്ന ആൾക്കാരൊക്കെ. അങ്ങനെ ഇനി മുതൽ ഞാനും എൻ്റെ 2 മക്കളും മാത്രമായിരിക്കും വീട്ടിലുണ്ടാവുക. വാപ്പച്ചി ഉണ്ടാവും. വാപ്പച്ചി രാവിലെ ജോലിക്ക് പോയാൽ രാത്രിയായിരിക്കും പിന്നെ വീട്ടിലുണ്ടാവുക. പാത്തൂസിനെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോണത്. അവൾക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ട്. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സങ്കടപ്പെട്ടിട്ടാണ് കാറിലൊക്കെ കയറിയത്. അപ്പോൾ നമ്മളത് വലിയ മൈൻഡ് കൊടുത്തില്ല കേട്ടോ. കാരണം പാത്തൂസ് ഇവിടെ ഹാപ്പി തന്നെയാണ്. അവൾക്ക് മോളെ വിട്ടിട്ട് പോകുന്നത് കൊണ്ടായിരിക്കും ഉള്ള സങ്കടം. അല്ല, ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്ന് പടച്ചോൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോയും ഇവിടെ നിർത്താണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.